ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് സംസാരിക്കുകയാണ്. സ്വീകാര്യതയുമാണ് ഏതൊരു നേതാവിനെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായി പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ആ വിശ്വാസ്യതയും സ്വീകാര്യതയും അവകാശപ്പെടാൻ സാധിക്കത്തുള്ളൂ. ആ നിലയിൽ VS കർമ്മപഥത്തിൽ ഏറ്റവും ജ്വലിച്ചു നിന്ന നേതാവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇടുക്കി MP എന്നുള്ള നിലയിൽ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കേരളമാസകലം ചർച്ച ചെയ്യപ്പെടുകയും വളരെയധികം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കേരള ജനത കാതോർക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ നിലയിലും ഒരു നാടിൻ്റെ ഹൃദയവികാരമായിരുന്നു VSൻ്റെ ആ ഒരു വിയോഗം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിടവായി നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുൻ മുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിന്റെ അനുസ്മരണ സന്ദേശത്തിൽ പറയുന്നു, സമൂഹത്തിന് വേണ്ടിയുള്ള VS അച്യുതാനന്ദന്റെ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടും എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അനുശോചന സന്ദേശം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നത്. VS അച്യുതാനന്ദൻ 101 വയസ്സ് ജീവിച്ച് അദ്ദേഹം ഒരു ജീവിതചക്രം പൂർത്തിയാക്കിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. പക്ഷേ ആ വിടവാങ്ങൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബാക്കിയാക്കുന്ന ചില വിള്ളലുകളുണ്ട്, ചില വിടവുകളുണ്ട്. അതാണ് നേരത്തെ ശ്രീമതി KK രമ പറഞ്ഞതുപോലെ, ആരാണ് ഇനി പാർട്ടിയെ തിരുത്താനുള്ളത്, ആരാണ് നമുക്കിനി ആശ്രയിക്കാനുള്ളത്, ആരാണ് കേരളത്തിൻ്റെ പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഉറച്ച ശബ്ദത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി സമരഭൂമിയിൽ പോരാട്ടവീര്യം കാത്തുസൂക്ഷിക്കാനുള്ളത്? ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. 101 വയസ്സിലാണ് VS വിടവാങ്ങുന്നത്. പക്ഷെ അപ്പോഴും VSൻ്റെ അഭാവം, VS ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ അഭാവം വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് VS ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, VSൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി, VSൻ്റെ പോരാട്ടവീര്യം, ഇതിനൊക്കെ പുതുതലമുറയിൽ നിന്ന് തുടർച്ചക്കാരുണ്ടാകുമോ എന്ന് നമുക്ക് ആകാംക്ഷയോടുകൂടി നോക്കേണ്ടി വന്നത്.